കൊണ്ട് ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നു. പരമഗുരുനാഥനെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് നൈമിഷാരണ്യത്തിൽ സൂത ശൗനക സംവാദ രൂപത്തിലാണല്ലോ സകല പുരാണങ്ങളും. സംവാദമാണ് ഏറ്റവും നല്ല ആഖ്യാന രീതി. ഒരു ആചാര്യൻ കടന്നു വരുന്നു, അദ്ദേഹത്തിനെ പൂജിച്ച് ആ സൂതൻ എന്നിവരായ ആചാര്യൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ച് പൂജിച്ചിരുത്തിക്കൊണ്ട് കുറേ ചോദ്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ, ഭഗവത് കഥകളൊക്കെ, അതാണ് ഏറ്റവും നല്ല ആഖ്യാന രീതി. സംവാദമായിട്ട്, സംവാദം എന്ന് പറഞ്ഞാൽ പരസ്പരം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഭാഗവതത്തിലെ ശ്രോതാക്കളും വക്താക്കളെയും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശ്രോതാക്കളും പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് അടിവരയിട്ട് പഠിക്കാനുള്ളതുണ്ട്. സാധാരണ അങ്ങനെയല്ലല്ലോ, വക്താവ് പറയുന്നത് മാത്രം പ്രധാനം, അങ്ങനെയല്ലേ? ഇതങ്ങനെയല്ല. ചോദിക്കുന്നവരും ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നു മാത്രമല്ല, ശ്രോതൃ വക്തൃ ബന്ധം വേണ്ട രീതിയിലാവുമ്പോഴാണ് ആ ഭഗവാൻ തന്നെ, ഭാഗവത സ്വരൂപനായ ഭഗവാൻ തന്നെ അവിടെ പ്രകാശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എത്രയോ എവിടുന്നൊക്കെയോ പഠിച്ച കുറച്ച് അറിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല സത്യം പറഞ്ഞാൽ സപ്താഹയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ്? മുമ്പ് പഠിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, വായിച്ചും പഠിച്ചതും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഒപ്പം തന്നെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് യജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ ശ്രോതാക്കളുടെ ഉള്ളിൽ നിന്നും ഒരു ചൈതന്യം വരാനുണ്ട്, ഒരു അറിവ് വരാനുണ്ട്. രണ്ടും കൂടി ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ കൂടി ചേർന്ന് ഭാഗവതമായിട്ട് അല്ലെങ്കിൽ സപ്താഹയജ്ഞമായിട്ട് പരിണമിക്കുന്നു. നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഒരു യജ്ഞത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വളരെ ദുർലഭമായിട്ടാണ് സപ്താഹയജ്ഞം നടക്കുന്നുള്ളൂ. എന്നാൽ സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഒരു ശ്രോതാവിനും ഭാഗവതം അറിയാത്തവരല്ല ഒരു ശ്രോതാവും. ഭാഗവതം മുഴുവൻ ഹൃദിസ്ഥമായിട്ടുള്ളവരാവും മിക്കവാറും കേൾക്കാനായിട്ടിരിക്കുക. അല്ലാത്തവരൊക്കെ വളരെ കുറച്ചേ വരുള്ളൂ. കുട്ടിക്കാലത്ത് മുതൽ കേട്ട് ശീലമുള്ളവരാണ് മുമ്പിൽ വന്നിരിക്കുക. പിന്നെ എന്താണ് പുതുതായിട്ട് പറയുന്നത്? ഭാഗവതം തുടങ്ങിക്കഴിഞ്ഞാലും ഭഗവത് കഥകൾ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശൗനകൻ തുടങ്ങിയ മഹർഷിമാരും പറയുന്നുണ്ട്, ഞങ്ങൾക്കിത് അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതല്ല. കാരണം അവർ നിത്യം ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് ഇനി സപ്താഹത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെ വിചാരിച്ച് വരാം. ഇത് അതൊന്നുമല്ല, എന്നും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, സകല ശാസ്ത്രങ്ങളും അഭ്യസിച്ചവരാണ്. അവർക്ക് പുതിയൊരു കാര്യം കേൾക്കാനില്ല. എന്നാലും അവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അത് പറഞ്ഞു തരൂ, ഇത് പറഞ്ഞു തരൂ, ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ. എന്തിന്? അപ്പോഴാണ് ഒരു വാചകം വയന്തുന്ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ. ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പിന്നെന്താ, ഇത് കേട്ടിട്ട് മതിയായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ആ അനുഭവം, ആ ഭഗവത് അനുഭവം സ്വാദു പദേ പദേ, ഓരോ പദം എടുത്താലും സ്വാദുള്ള ഭാഗവതം വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ എന്നാണ് ഭാഗവതത്തിൻ്റെ ആദ്യത്തിലെ പ്രാർത്ഥന. അതാണ് സംവാദം എന്ന് പറയുന്നത്. മുമ്പ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരേ വാചകവും പറയുന്നുണ്ടാവാം. പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ല കേൾക്കാൻ കഴിയും. പറയുന്ന ആളും തൻ്റെ പറയുന്ന വാചകങ്ങൾ ഒന്നാണെങ്കിലും ആ വാചകത്തിൽ ഓരോന്നിലും തൻ്റെ ജീവിതാനുഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവതരിപ്പിക്കുക. പലപ്പോഴും പല ജീവിതാനുഭവങ്ങളും നമുക്ക് ഒരു വേദിയിൽ വെച്ച് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഓരോന്നിനും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അത് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും അത് എന്നെ കുറ്റം പറഞ്ഞു. അങ്ങനെയല്ല, എന്നെക്കുറിച്ച് പറഞ്ഞതാകെ തോന്നാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും നമ്മുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വേണ്ട രീതിയിൽ കേൾക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് തോന്നേണ്ടത്. ഇത് എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കാര്യമാണ്, എൻ്റെ ജീവിതമാണെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതമാണ് ഭാഗവതത്തിലൂടെ പുരാണങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഭാഗവത മാഹാത്മ്യത്തിൽ ശൗനകാദി മഹർഷിമാര് സൂതപൗരാണികനെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് ഭാഗവതത്തിൻ്റെ ആദ്യം ചോദിക്കുന്നതിന് തുല്യമായ കുറച്ച് ചോദ്യങ്ങൾ. ഭാഗവതത്തിൽ ആദ്യം എന്താണ്? ഈ എന്താ പറയുക, ഒരാളുടെ ഏകാന്തമായ ശ്രേയസ് എന്താണ്, ജീവിത ലക്ഷ്യം എന്താണെന്ന്. അത് മറ്റൊരു ഭാഷയിൽ ഇവിടെ പറഞ്ഞു, ശ്രേയസാം യത് ഭവേത് ശ്രേയ പാവനാനാം ച പാവനം. നേടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം എന്താണ് ജീവിതത്തിൽ? അതന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന്.
നമുക്ക് എന്ത് നേടിയാലാണോ ഇനി ഒന്നും നേടാനില്ല എന്ന് ബോധ്യമാവുന്നത്, അതെന്താണ്? അതാണ് ശ്രേയസാമ്യദ്ഭവേ ശ്രേയ. അതുപോലെ തന്നെ കൃഷ്ണപ്രാപ്തികരം ശശ്വൽ, കൃഷ്ണപ്രാപ്തിക്ക്, ഭഗവത് പ്രാപ്തിക്ക്, ആനന്ദപ്രാപ്തിക്ക്, ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഭാഗവതത്തിൻ്റെയും ഏത് പുരാണങ്ങളുടെയും ആദ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ളൂ. ജീവിത ലക്ഷ്യത്തെ 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ ഒരു കാര്യം പറയാനുള്ളൂ അത്രയും വേദവ്യാസ മഹർഷിക്ക്. അപ്പം എല്ലാ കാര്യങ്ങളിലും, എല്ലാ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും മനുഷ്യനെ ജീവിത ലക്ഷ്യത്തെ ബോധിപ്പിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ, ആ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ, ആനന്ദം അനുഭവിക്കാൻ കഴിവുള്ളവരായിട്ട് മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതാദി പുരാണങ്ങൾ. എന്തിനു വേണ്ടി ജീവിക്കുന്നു, അഥവാ എന്താ നമുക്ക് നേടേണ്ടത് ജീവിതം കൊണ്ട്? അപ്പോൾ തന്നെ പറഞ്ഞു മറുപടിയായിട്ട്, സർവാന്തര്യാമിയായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അഹൈതുകിയായ ഭക്തി ഉണ്ടാവലാണ് കൃഷ്ണപ്രാപ്തികരമായിട്ടുള്ള കാര്യം. അതാണ് ശ്രേയസ്സിൽ വെച്ച് ഏറ്റവും ശ്രേയസ്. കാരണം മനസ്സിന് ശാന്തമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥ. അതിന് മനസ്സ് ശുദ്ധമായി തീരണം. അതിന് എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? ഭാഗവത ശ്രവണമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധീന വിദ്യതേ. മനഃശുദ്ധിക്ക് ഭാഗവത ശ്രവണം പോലെ എളുപ്പമായിട്ടുള്ളൊരു വഴിയില്ല. എന്നാൽ എല്ലാവരും അത് കേൾക്കാനായിട്ട് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തര പുണ്യമുണ്ടാവുമ്പോഴാണ് ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കുക. അത്രയും പണ്ട് ഭാഗവതം പറയാനായിട്ട് തയ്യാറായപ്പോൾ ശുഖബ്രഹ്മർഷി ഗംഗാതീരത്ത് ശൗനകാദി മഹർഷിമാരുടെ മുൻപിൽ, അല്ലെങ്കിൽ സകല മഹർഷിമാരും അവിടെ എത്തിച്ചേർന്ന സമയത്ത്, സൂതൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരൊക്കെ വന്നു ചേർന്ന സമയത്ത്, പരീക്ഷത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഭാഗവതം പറയുന്ന സമയത്ത് പരീക്ഷത്തിന് എന്തായിരുന്നു പ്രശ്നം? പരീക്ഷത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രധാനമായിട്ട് ഭാഗവതം പറയുന്നത്. 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും. ആ ഒരു പ്രശ്നമായിട്ടാണ് പരീക്ഷിത്ത് വന്നത്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഭാഗവതം സപ്താഹമായിട്ട് ആദ്യം നടത്തിയത്. സൂതൻ തുടങ്ങിയിട്ടുള്ള സകല മഹർഷിമാരും കൂടെ കേൾക്കാനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരും കേൾക്കാനായിട്ട് തയ്യാറായപ്പോഴാണ് അപ്പുറത്ത് ദേവന്മാരെത്തിച്ചേർന്നു. ദേവന്മാർ വന്നിട്ട് പറഞ്ഞു, അവർ അമൃത് കൊണ്ടുവന്നിട്ടുണ്ട്, പരീക്ഷത്തിൻ്റെ പ്രശ്നം തീർക്കാനായിട്ട് ഈ അമൃത് കഴിച്ചാൽ മതി, ഈ അമൃത് കൊടുത്തോളൂ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അഥവാ സ്വർഗത്തിൽ വന്നിട്ട് ഭാഗവതം വായിച്ചോളൂ. ഈ ഗംഗാതീരത്തൊക്കെ കഷ്ടപ്പാടാണ് ഇരുന്ന് പ്രഭാഷണം നടത്താമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുണ്ടാവും, ചിലപ്പോൾ ചൂടുണ്ടാവും, തണുപ്പുണ്ടാവും. അവിടെ സുഖമയാണ്. എവിടെ? സ്വർഗത്തിൽ. അവിടെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ക്ഷണിക്കുന്നു ദേവന്മാർ. അവരെയൊക്കെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് നോക്കി ശുഖബ്രഹ്മർഷി ഒന്ന് പുഞ്ചിരിച്ചു. അത്രേ ഉണ്ടായുള്ളൂ. ക്വ സുധ ക്വ കഥാലോകെ ക്വ കാച്ച ക്വ മണിർമഹാൻ. നിങ്ങളുടെ നിസ്സാരമായിട്ടുള്ള അമൃതം എവിടെ? ഭാഗവതാമൃതം എവിടെ? സർവവേദാന്ത സാരമായ ശ്രീമദ് ഭാഗവതാമൃതം. അതൊക്കെ കിട്ടണമെങ്കിൽ ജന്മാന്തരേ ഭവേൽ പുണ്യം. അത് ശ്രദ്ധയോടുകൂടി കേൾക്കാനാവണമെങ്കിൽ ജന്മാന്തരേ ഭവേൽ പുണ്യം. ജന്മാന്തര പുണ്യം ചെയ്യണം. എന്തിന്? ഭാഗവതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, ഭാഗവത മന്ത്രങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഇരിക്കാറാവണമെങ്കിൽ തന്നെ ജന്മാന്തരേ ഭവേൽ പുണ്യം. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ചെവി കൊണ്ടെങ്കിലും കേൾക്കാറാവുക. അതും കഴിഞ്ഞിട്ടാണ് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കേൾക്കാറാവുക. അതിനും അപ്പുറത്താണ് ഭാഗവതം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭാഗവതം തന്നെ പറയുന്നു. ഹൃദാ ശൃണ്വൻ ഹരേ കഥ. ഹൃദയം കൊണ്ട് കേൾക്കാറാവണം. ഇത് എൻ്റെ ജീവിതമാണ്, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഉറപ്പുണ്ടാവുമ്പോഴാണ്, ഈ ഒരു തിരിച്ചറിവുണ്ടാവുമ്പോഴാണ്, ഈ ഒരു ശ്രദ്ധ ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. അതോട് കൂടിയിട്ട് നമുക്ക് ഉയർന്നു വരാൻ ഒരു വിഷമവുമില്ല. പരീക്ഷിത്ത് ഭാഗവതം കേട്ട് മുക്തനായിത്തീരുന്നു 7 ദിവസം കൊണ്ട് തന്നെ. അത്രയും ദിവ്യമായ ഭാഗവതം. ആ ഭാഗവത ഗ്രന്ഥത്തിൻ്റെ തന്നെ മഹത്വം. ബ്രഹ്മാവ് തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. ഒരു ഭാഗത്ത് ഭാഗവതം, മറ്റേ ഭാഗത്ത് സകല ശാസ്ത്രങ്ങളും വെച്ചു. എന്ത് ശാസ്ത്രങ്ങൾ വെച്ചിട്ടും ഭാഗവതത്തിൻ്റെ ഒപ്പം എത്തിയില്ല. അത്രയും ദിവ്യമായതാണ് ഭാഗവതം.
ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ സംബന്ധിച്ചത്, ഭക്തന്മാരെ സംബന്ധിച്ചത്. അതാണ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭാഗവതത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ മഹത്വം പറയാനായിട്ട് പുറപ്പെടുമ്പോൾ നാരദ മഹർഷി, ആ നാരദ മഹർഷിക്കായിക്കൊണ്ട് ഭക്തന്മാരുടെ അഗ്രഗണ്യനാണ് നാരദം. ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് നാരദ മഹർഷി. നാരദ മഹർഷി ഇല്ലാത്ത ഒരു പുരാണമില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ അഗ്രഗണ്യനായിട്ടുള്ള നാരദ മഹർഷിക്ക് സനകാദി മഹർഷിമാർ ഉപദേശിക്കുന്നു ഭാഗവത മാഹാത്മ്യം. ഉപദേശം കേൾക്കാനുള്ള കാരണം എന്താണ്? നാരദ മഹർഷി ഒരിക്കൽ ഹിമാലയത്തിൽ പോയിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു. എന്താ അങ്ങയുടെ ദുഃഖത്തിന് കാരണം ചോദിച്ചപ്പോഴാണ് കാര്യം പറയുന്നത്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ദുഃഖങ്ങൾ തീർക്കാനായിട്ട് ഭഗവത് കഥകളും പാടിക്കൊണ്ട് സഞ്ചരിക്കുന്നതായുള്ള നാരദ മഹർഷി ഇപ്പം നോക്കുമ്പോഴാണ് കലികാലമായി കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും പ്രശ്നങ്ങൾ, എവിടെ നോക്കിയാലും അടിപിടി മാത്രമേ ഉള്ളൂ. പുണ്യഭൂമിയായ ഭാരതത്തിലും വ്യത്യസ്തമല്ല. അങ്ങനെ പുണ്യഭൂമിയായ ഭാരതത്തിൽ പുണ്യഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് ദിവ്യമായൊരു രംഗം കണ്ടത്. ഒരു യുവതി അവിടെ ഇരുന്ന് കരയുന്നു. 2 പടുവൃദ്ധന്മാരായിട്ടുള്ളവരെ അടുത്ത് കിടന്നുറങ്ങുന്നു. എത്രയോ സ്ത്രീകൾ ഈ 3 പേരെയും ശുശ്രൂഷിച്ചുകൊണ്ട് അടുത്തുണ്ട്. നാരദ മഹർഷിയെ കാണുമ്പോഴേക്കും ഭോ ഭോ സാധോ ക്ഷണന്തിഷ്ഠാമ ചിന്താമവിനാശയ, നാരദ മഹർഷിയെ ഒരു നിമിഷം നിൽക്കൂ, എൻ്റെ ദുഃഖം തീർത്തു തരൂ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നാരദ മഹർഷി പോലും ഞെട്ടിപ്പോയി. തന്നെ ആരാ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാകത്തിന് യോഗ്യതയുള്ള ആര്? നാരദ മഹർഷിയെ കണ്ടാൽ തന്നെ തിരിച്ചറിയോ ആർക്കെങ്കിലും? ഇപ്പം ഇവിടെ തന്നെ സപ്താഹ വേദിയിൽ നാരദ മഹർഷിയുടെ കാര്യം വന്നു എന്ന് വിചാരിക്കുക. ആരപ്പോൾ തിരിച്ചറിയും? ഇനിയിപ്പോൾ ഞാൻ നാരദ മഹർഷിയാണെന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ ചിലപ്പോൾ 2 അടി കൊടുത്ത് വിട്ടു. ഓരോരുത്തരും ഓരോ കള്ള വേഷം കെട്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ തന്നെ സ്വീകരിക്കുമെന്നറിയില്ല. സപ്താഹം നടത്തുന്ന സ്ഥലത്ത് തന്നെ, പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ പ്രത്യക്ഷമായിട്ട് നാരദ മഹർഷി ഇതുവരെ ആരും കണ്ടിട്ടില്ലേ. ഇത് നാരദ മഹർഷി ഇങ്ങോട്ട് വിളിക്കുന്നു. നാരദ മഹർഷി വരൂ, എൻ്റെ ദുഃഖം തീർത്തു തരൂ. നിങ്ങൾ ആരാ ചോദിച്ചു. അഹം ഭക്തിരിധിഖ്യാത, ഞാൻ ഭക്തി ദേവിയാണ്. എൻ്റെ മക്കളാണ് ഈ പടുവർദ്ധന്മാരായി കിടക്കുന്നത്. അവരുടെ പേര് ജ്ഞാന വൈരാഗ്യനാമാണ്. ഒരാളുടെ പേര് ജ്ഞാനം, അടുത്ത ആളുടെ പേര് വൈരാഗ്യം. കാലയോഗേന ജർജരവും, കാലക്കേട് കൊണ്ട് കലികാലത്തിൻ്റെ ദോഷം കൊണ്ട് അവർക്ക് വാർദ്ധക്യം വന്നിരിക്കുന്നു. എനിക്കും വാർദ്ധക്യം വന്നതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വാർദ്ധക്യം വന്നതാണ്. പക്ഷേ ഈ വൃന്ദാവനസ്യ സംയോഗ, ഈ വൃന്ദാവനത്തിലെത്തിയപ്പോൾ എനിക്ക് യുവൻ തിരിച്ചു കിട്ടി. എനിക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടായി. എൻ്റെ മക്കൾ പടുവൃദ്ധന്മാരായിട്ട് ഒന്നിനും കൊള്ളാതെ കിടക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഗതി ഉണ്ടാവാനായിട്ടൊരു വഴി പറഞ്ഞു തരൂ. ചുറ്റുള്ള സ്ത്രീകൾ ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയിട്ടുള്ള പുണ്യതീർത്ഥങ്ങളാണ് എൻ്റെ സേവയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഭക്തി വർദ്ധിപ്പിക്കാനാണ് ഗംഗാദി തീർത്ഥങ്ങളെല്ലാം. ഏത് ക്ഷേത്രങ്ങളുമൊക്കെ ഭക്തി വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഭക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തിയുടെ മക്കളാണ് ആര്? ജ്ഞാനവൈരാഗ്യങ്ങൾ. ജ്ഞാനം എന്ന ഭഗവാനെക്കുറിച്ചുള്ള അറിവ്. വിരക്തിയാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ. ആരോടോ ഉള്ള ദേഷ്യത്തിനാണ് നമ്മൾ സാധാരണ വൈരാഗ്യം എന്നൊക്കെ പറയാറെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചതായതുകൊണ്ട് അത് ആ അർത്ഥം ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ആട്ടിക്കളയാനായിട്ട് വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റാരോടുള്ള ദേഷ്യമല്ല. ഈ വിഷയങ്ങളെല്ലാം നിസ്സാരമാണ്. വേണമെങ്കിൽ വിഷയങ്ങളോടുള്ള ദേഷ്യം എന്ന് പറയാം. ഈ ലോകത്തിലെ ഭൗതിക സുഖങ്ങളൊക്കെ നിസ്സാരമാണ്, ഇതൊക്കെ തുച്ഛമാണ് എന്നുള്ള തിരിച്ചറിവിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഭക്തിന്ന് നല്ലതല്ലേ ഉണ്ടാവേണ്ടത്, ആരോടുള്ള ദേഷ്യമല്ലല്ലോ ഉണ്ടാവേണ്ടത്. ഭക്തി നല്ലതാണ് ഉണ്ടാവേണ്ടത്. നല്ലതെന്താ? ഭഗവാനെക്കുറിച്ചുള്ള അറിവ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നിസ്സാരമാണെന്നുള്ള തിരിച്ചറിവ്. ഇപ്പോൾ മക്കൾ ഗതിയില്ലാതെ വൃദ്ധന്മാരായി കിടക്കുന്നു, അമ്മ യുവതിയായിരിക്കുന്നു. മക്കൾക്ക് യാതൊരു ഗതിയില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വല്ല സന്തോഷം ഉണ്ടാവും? അപ്പം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മക്കൾക്ക് ഗതി ഉണ്ടാവണം. ഭക്തിയാകുന്ന അമ്മയ്ക്ക് തുഷ്ടി ഉണ്ടാവണമെങ്കിൽ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും തുഷ്ടി ഉണ്ടാവണം.
അപ്പൊ ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഭഗവാനെ കുറിച്ച് ഒന്നും അറിയാതെ അമ്പലത്തിൽ വരുന്നു, പ്രസാദം വാങ്ങുന്നു, പോകുന്നു. കഴിഞ്ഞ ദിവസം ആരോ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടിയൂര് പെരുമാളിൻ്റെ അവിടെ പോയപ്പോഴാണ് ഒരു അമ്മ വന്ന് പറയുകയാണ്, അവിടുത്തെ വളരെ പ്രായമുള്ള ഒരു ആചാര്യോട് എന്ന് പറയുകയാണ്, ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നത് ചെയ്ത് കഴിഞ്ഞ ശത്രുസംഹാരമാണെന്ന് പണ്ട് തന്നെ കേട്ടിട്ടുണ്ട്. 80 വയസ്സായിട്ടുള്ള മുത്തശ്ശിയാണ് ഈ പറയുന്നത് ഈ കാരണവരോട്. എന്ത്? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറ്റുള്ളവരുടെ കാലൊടിക്കാനായിട്ടുള്ള ഒരു മന്ത്രവും കേട്ടിട്ടുമില്ല, കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. എന്നിട്ടും ഈ അമ്മയ്ക്ക് അങ്ങോട്ട് ബോധ്യമായില്ല. കാരണം അവരെ 80 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, പല ദിക്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഭക്തിയാണോ? ആ ഭക്തിയാണെങ്കിലും അത് വേണ്ട രീതിയിലുള്ള ഭക്തിയല്ല, ജ്ഞാനവൈരാഗ്യയുക്തമായിട്ടുള്ള ഭക്തിയല്ല. വേണ്ട രീതിയിലുള്ള ഭക്തി ഉണ്ടാകുമ്പോഴാണ് ഭക്തിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഭക്തിയാകുന്ന അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കി. ഇതൊരു അശരീരി കേട്ടു, ഒരു സൽക്കർമ്മം ചെയ്താൽ മതിയെന്ന്. പിന്നെ എന്ത് സൽക്കർമ്മ? ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബദ്രീവനമാകത്ത, അതിന് പിന്നെ എന്താ വേണ്ടതെന്ന് അറിയാതെ ഈ ബദ്രീനാഥിൽ വന്നതാണ് എന്ന് സനകാദി മഹർഷിമാരോട് നാരദ മഹർഷി. അപ്പോഴാണ് സനകാദി മഹർഷിമാർ ചോദിക്കുന്നത്, അങ്ങ് എന്തൊക്കെ ചെയ്തു ഭക്തിയെ ഉണർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർത്താനായിട്ട്? ചെയ്യാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞു. വേദാന്ത ശാസ്ത്രയിച്ച ഗീതാ പാഠയർ മുഹുർമുഹുവും വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ചു. ഭഗവത്ഗീത വീണ്ടും വീണ്ടും വായിച്ചു. എന്നിട്ടും ഗതി ഉണ്ടായില്ല. സകല പരിപാടിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം വായിച്ച് കേൾപ്പിച്ചു, അതുണ്ടായില്ല. അത് വായിച്ച് കേൾപ്പിക്കൂ. പണ്ട് പല ജോലികളും ചെയ്തിട്ട് മനസ്സിന് സമാധാനമില്ലാത്ത വേദവ്യാസ മഹർഷിക്ക് അങ്ങല്ലേ പോയിട്ട് ഭാഗവതം ഉപദേശിച്ചത്. വേദത്തെ ഒന്നായിരുന്ന വേദത്തെ 4 തരം തിരിച്ച് അത് പരമ്പരയായിട്ട് നിലനിർത്തി പുരാണങ്ങള് ഇതിഹാസമൊക്കെ നിർമ്മിച്ച വേദവ്യാസ മഹർഷിക്ക് സമാധാനമില്ലാതെ ഈ നാരദ മഹർഷി പോയിട്ടാണ് ഉപദേശിച്ച് ഭാഗവതം ഉപദേശിച്ച് കൃതാർത്ഥനാക്കി തീർത്തത്. ആ ഭാഗവതം വായിച്ച് കേൾപ്പിക്കായിരുന്നില്ലേ? അതുകൊണ്ട് ഗതി ഉണ്ടാവും. ഈ ഭാഗവതം ഉപദേശിച്ച ആൾക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉറപ്പ് വന്നില്ല. എന്താ? അതുകൊണ്ട് ഗതി ഉണ്ടാവും. വേദം കൊണ്ട് ഗതിയില്ലാത്ത ആൾക്ക് വേദത്തിന്റെ സാരം കൊണ്ട് ഗതി ഉണ്ടാകുമെന്നാണ് സംശയം. പറഞ്ഞു, ഇപ്പൊ പാലിന്റെ സാരമാണ് നെയ്യ്. പാലിന് കഴിയാത്ത നെയ്യിന് കഴിയില്ലേ? ശർക്കര വ്യാപിതിഷ്ഠതി. കരിമ്പിൽ ഇങ്ങനെ ശർക്കരയുണ്ട്, പക്ഷെ അല്ലെങ്കിൽ പഞ്ചസാരയുണ്ട് കരിമ്പില്. അത് വേർതിരിച്ചെടുക്കുമ്പോഴല്ലേ എളുപ്പം അനുഭവിക്കാൻ. അത് കടിച്ചു തിന്നാന്ന് പറഞ്ഞ കഷ്ടപ്പാടല്ലേ? അതുപോലെ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അതിന് താല്പര്യം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്നാൽ വേദത്തിന്റെ സാരമായ ഭാഗവതാമൃഗം നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം വിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭവി ഭാവുക. ആ ഭാഗവതം വായിച്ച് കേൾപ്പിക്കൂ എന്നിങ്ങനെ ഭാഗവതത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയാൻ തുടങ്ങി സനകാദി മഹർഷിമാര്. ക്രമേണ ബദ്രീനാഥിലാണ് 4 പേര് പറയാൻ കേൾക്കാൻ ഒരാൾ. അതുപോലല്ലോ അങ്ങനെയാണ് ഗംഗാദ്വാരത്തിലേക്ക് ഹരിദ്വാരത്തിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ എത്തിയപ്പോഴേക്കും ഇഷ്ടം പോലെ മന്ത്രങ്ങള്, തന്ത്രങ്ങള്, ദേവന്മാര്, മഹർഷിമാര്, സകല സജ്ജനങ്ങളും ഓടിയെത്തി ഭാഗവത പ്രഭാഷണം, ഭാഗവതം പറയാൻ പോകുന്നു കേട്ട് അറിഞ്ഞവരിങ്ങനെ ഒഴുകി വരികയാണ് മഹർഷിമാരൊക്കെ. ആ വലിയ സദസ്സിൽ വെച്ച് സനകാദി മഹർഷിമാര് ഭാഗവത മഹത്വം പറയുന്നു. അവിടെ ഈ ഭാഗവതം സർവവേദാന്ത സാരമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വിഗ്രഹമൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കാറുണ്ട്. അതിനേക്കാളും മഹത്വം ഉണ്ടാവും ഭാഗവത ഗ്രന്ഥം ഉണ്ടെങ്കിൽ. ഭാഗവതത്തില് ഭക്തനെക്കുറിച്ച്, ഒരു ഭക്തിയെക്കുറിച്ച്, ഭക്തന്മാരെക്കുറിച്ചൊരു വിശകലനം ഉണ്ട്. പ്രാകൃത ഭക്തൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നവൻ പ്രാകൃത ഭക്തൻ.
അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉയർന്നു വരുന്ന സമയത്ത് ഭഗവാനോട് ഭക്തി, ഭഗവാനോട് പ്രേമം, ഭക്തന്മാരുടെ മൈത്രി, ഭഗവാനെക്കുറിച്ച് അറിയാത്തവരുടെ കാരുണ്യം, ഇതിനെക്കുറിച്ച് നിഷേധിക്കുന്നവരോട് ഉപേക്ഷ തുടങ്ങിയിട്ടുള്ള ഭാവമുള്ളവൻ മധ്യമഭക്തൻ എന്ന് പറഞ്ഞു. സകല സർവ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ സർവഭൂതേഷു പശ്യേൻ ഭഗവത് ഭാവമാത്മന, സർവാന്തര്യാമിയായ ഭഗവാനെ കാണാറാവുമ്പോഴാണ് ഭാഗവതോത്തമനായിത്തീരം. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്പലത്തില് വിഗ്രഹത്തില് ഭഗവാനെ കാണുമ്പോൾ പ്രാകൃത ഭക്തനാണ്, വിഗ്രഹത്തിൽ ഭഗവാനെ കാണുമ്പോൾ എന്നല്ല, വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ കാണുമ്പോൾ പ്രാകൃത ഭക്തനാണ്. അത് കഴിഞ്ഞ് അടുത്ത സത്സംഗത്തിലേക്ക് വരാൻ തയ്യാറാവുമ്പോൾ അവൻ മധ്യഭക്തനായിട്ട് മാറുന്നു. അതും കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സർവ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ കാണാറാവുമ്പോൾ അവൻ ഭാഗവതോത്തമനായിത്തീരുന്നു. അത്രയും ഭാഗവതം എന്നുള്ള ഗ്രന്ഥത്തിന് ഭഗവാൻ തന്നെയാണത്. ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എപ്പോഴൊക്കെയാണോ അധർമ്മത്തിന് ശക്തി കൂടുന്നത്, ധർമ്മത്തിന് ശക്തി കുറയുന്നത്, അപ്പം അത് ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. സംഭവാമി യുഗേ യുഗേ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ കൃഷ്ണനായിട്ട് അവതരിച്ചു, ധർമ്മത്തെ സ്ഥാപിച്ചു. എന്നിട്ട് കൃഷ്ണൻ ഇവിടുന്ന് പോയി. അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത്, അഥവാ മനോഹരമായിട്ട് വിഗ്രഹം മറയ്ക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത്, തൻ്റെ കുലം മുടിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാന്റെ ഏകാന്ത ഭക്തനായിട്ടുള്ള പ്രധാനമന്ത്രിയും സുഹൃത്തും എല്ലാമായിട്ടുള്ള ഉദ്ധവൻ, ആ ഉദ്ധവസ്വാമികൾ, ഉദ്ധവൻ പറഞ്ഞ ഉത്സവമൂർത്തിയാണ്. നമ്മൾ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹമുണ്ട്. ശിവയിലേക്കൊക്കെ എഴുന്നള്ളിക്കാനായിട്ടുള്ള ഉത്സവമൂർത്തി ഉണ്ടാവും, വേറെ വിഗ്രഹം. ഈ ഉത്സവമൂർത്തിക്കാണ് ഉദ്ധവൻ എന്ന് പറയുന്നത്. ഭഗവാനെ ഭജിച്ച് 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 ഭഗവാനായിട്ട് മാറുന്നു. അങ്ങനെയാണല്ലോ ഉത്സവമൂർത്തി ഇങ്ങനെ ഭഗവാന്റെ പീഠത്തിൽ ഇരുന്ന് ഭഗവാനായിട്ട് മാറുന്നു. സാധാരണ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ അവിടെയുള്ള സ്ഥിരമായിട്ടുള്ള വിഗ്രഹത്തിനാണല്ലോ പൂജ. എന്നാലും അവിടെ ഇരുന്ന് ഭഗവാനായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കത് പുറമേക്ക് എഴുന്നള്ളിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആ ഉത്സവമൂർത്തിയാണ് ഉദ്ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഉദ്ധവൻ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, എന്നെയും കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ എവിടുന്നും വന്നിട്ടില്ല, എവിടെയും പോകുന്നില്ല എന്നുള്ള ഉപദേശം, അതൊക്കെ ഉപദേശം കേട്ടപ്പോൾ കൃതാർത്ഥനായി. അറിയേണ്ടതൊക്കെ അറിഞ്ഞു. എന്നാലും ഇത് സാധാരണക്കാർക്കൊന്നും ഈ നിർഗുണോപാസന എളുപ്പമായിട്ടുള്ള കാര്യമല്ലല്ലോ. സാധാരണ ജനങ്ങളൊക്കെ ഭഗവാനെ അവിടുന്ന് ഈ വിഗ്രഹം മറച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടു പോവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാനും തോന്നിയത്ര ശരിയാണ് കാര്യം. എന്നാൽ ഞാൻ എവിടെയും പോകുന്നില്ല, എൻ്റെ ഈ സഗുണ സാകാര വിഗ്രഹം മറയ്ക്കുന്നില്ല, ഇത് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത അർണവത്തിലേക്ക് മറയുന്നു ഭഗവാൻ. അപ്പോൾ ശ്രദ്ധാലുക്കളായിട്ട് ഭാഗവത മന്ത്രങ്ങളെ ഈ ഭാഗവതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് ഭഗവാൻ തന്നെയാണ്. ഈ ലോകത്തിലെ ക്ലേശങ്ങളൊന്നും ആർക്കും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. ജനിച്ചു കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ചുമ വരിക, പനി വരിക, ഇതൊക്കെ ആർക്കും കാലസ്വരൂപനായിട്ട് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ കാലത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് വേണ്ടി വരില്ലേ? ചുമ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? വന്നു കഴിഞ്ഞാൽ വേണ്ടി വരും. മാരകമായ അസുഖങ്ങൾ വന്ന് കിടക്കുന്ന ആചാര്യന്മാരെ കാണാം. എന്തിന്? ശ്രീരാമകൃഷ്ണ പരമഹംസര് തന്നെ, അതുപോലുള്ള രമണ മഹർഷി പോലുള്ള ആചാര്യന്മാർക്ക് പോലും എന്തായിരുന്നു? മാരകമായ അസുഖങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ വരാം. പക്ഷെ അതിലേക്ക് അതിജീവിക്കാൻ, അങ്ങനെയൊക്കെ വന്നാലും അതിനെ അതിജീവിക്കാൻ ഭാഗവതസ്വരൂപനായ ഭഗവാനെ വാരിയെടുത്താൽ അവർക്ക് സാധിക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് ചോദിച്ചു ശിഷ്യനായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ, അങ്ങ് ഈശ്വരനല്ലേ, അങ്ങക്ക് ഈ അസുഖവും അങ്ങക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാതെ കിടക്കുകയാണല്ലോ, വെള്ളം തന്നെ ഇറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്ന് മാറ്റിക്കൂടെ, അങ്ങക്ക് വേണമെങ്കിൽ ഈ രോഗം മാറ്റിക്കൂടെ, എന്നിട്ട് നേരാവണ്ണം ഭക്ഷണം കഴിച്ചുകൂടെ? അപ്പോൾ പറയാണ്, ഞാൻ ഈശ്വരനാണെങ്കിൽ എനിക്ക് എത്ര വായുള്ളത് ലോകത്തിൽ അല്ലേ?
അനവധി സഹസ്രശീർഷ പുരുഷ എന്നല്ലേ? ആയിരക്കണക്കിന് ശിരസ്സുകളാണ്, ആയിരക്കണക്കിന് മുഖങ്ങളുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വായുണ്ട്. ഞാൻ ലോകത്തിൽ കഴിക്കുന്ന, ലോകത്തിൽ ആര് ഭക്ഷണം കഴിച്ചാലും ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കില്ലേ, പിന്നെ എന്തിനാ എനിക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾക്കൊക്കെ ഒരു വായേ ഉള്ളൂ, എനിക്ക് അങ്ങനെയല്ല, ഇഷ്ടം പോലെ വായയാണ്. ലോകത്തിലെ ആരെന്ത് കഴിച്ചാലും ഞാനാ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രഭാഷണത്തിന് എളുപ്പമാണ്. എന്തെങ്കിലും മാരകമായിട്ടുള്ള വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ, അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രഭാഷണം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ള വഴിയാണ് എന്ത്? ഭാഗവതം. എന്തുകൊണ്ട്? ഇത് ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ്. ഈ ഭാഗവത സ്വരൂപനായ ഭഗവാനെ വാരിയെടുത്തവർക്ക് ജീവിതാന്ത്യത്തിൽ വരുന്ന ക്ലേശങ്ങളെയൊക്കെ അതിജീവിക്കാൻ മറ്റുള്ള ജനങ്ങളെക്കാളും എളുപ്പമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, കാര്യം ഉറപ്പാണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി തേനേയം വാങ്മയീ മൂർത്തി. ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. അത്രയും ദിവ്യമായിട്ടുള്ള ഭാഗവതം സദാസേവ്യ എപ്പോഴും കേൾക്കേണ്ടതാണ്. ഭാഗവതം രാത്രി കേൾക്കാൻ പാടുള്ളൂ, പകല് കേൾക്കാൻ പാടും, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പം ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞു സദാസേവ്യ എപ്പോഴും ഭാഗവതം വായിക്കാൻ കേൾക്കാം. പക്ഷേ സപ്താഹ യജ്ഞമായി നടത്തുമ്പോൾ ഒരു വിധിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു നിയമമൊക്കെ വെച്ചിട്ടുണ്ട്. തോന്നിയ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ കേൾക്കാനും അതിൽ പങ്കെടുക്കാനും കഴിയില്ലല്ലോ. ചുരുങ്ങിയത് 7 ദിവസം വായിക്കുമ്പോൾ തോന്നിയ പോലെ പറ്റില്ല. അപ്പോൾ ഒരു ക്രമമൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന ഭാഗം വായിക്കാം. ആദ്യമൊക്കെ സപ്താഹത്തിന് പോയ സമയത്ത് ഞങ്ങളോട് ചോദിക്കാറുണ്ട് പലരും, എന്താ അത്? ഞാൻ ഒരു അമ്മ ചോദിക്കാൻ വന്നിട്ട്, ഞാൻ പല സപ്താഹത്തിനും പോയിട്ടുണ്ട്. ചില ദിക്കിൽ വലിയ പ്രഭാഷണമായി നടത്തുന്ന സപ്താഹത്തിനും പോയിട്ടുണ്ട്, വളരെ ചുരുക്കി പറയുന്ന സപ്താഹത്തിനും പോയിട്ടുണ്ട്. എവിടെയായാലും 4-ാം ദിവസം വൈകുന്നേരം അപകൃഷ്ണം. ഇപ്പം എങ്ങനെ സംഭവിക്കുന്നത്? അതെങ്ങനെയത്? അങ്ങനെ എല്ലാം ഏകദേശമൊക്കെ ഒരു 90% യജ്ഞത്തിലേക്ക് ഇന്ന സമയത്ത് 5-ാം ദിവസം ഇന്നത് വായിക്കാം. ആ സമയത്ത് മിക്കവാറും അതൊക്കെ തന്നെയാവും വായിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നത്? അതെന്താ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസം ഇങ്ങനെ വായിക്കാന്ന്. അപ്പോൾ വായിക്കും. കൂടുതൽ പ്രഭാഷണമൊക്കെ വേണ്ട തോന്നുകയാണെങ്കിൽ വായന ഒന്ന് സാവധാനാക്കും. ഇത്രയേ ഉള്ളൂ. അത് വേണമെന്ന് വിചാരിച്ചിട്ട് പോലുമല്ല, അറിയാതെ ചെയ്തു പോകുന്നതാണ്. കുറച്ച് വായന സാവധാനത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് ഇത്ര കഴിക്കണമെന്ന് അറിയാതെ മനസ്സ് പ്ലാൻ ചെയ്യും. അതിനനുസരിച്ച് പ്രഭാഷണത്തെ ചുരുക്കും. എന്തായാലും 7 ദിവസം വഴി കഴിയണ്ടേ, അതിനനുസരിച്ചാണ് പോകുള്ളൂ. സ്വാഭാവികമാണ്. അതിനായിട്ടൊരു നിയമമൊക്കെ വച്ചിട്ടുണ്ട്. 7 ദിവസമായിട്ട് ഈ വേണ്ട രീതിയിൽ എപ്പോഴും ഭാഗവതം കേൾക്കുക വേണ്ടത്. പക്ഷെ ഭാഗവതം കേട്ടിട്ട് അതിൻ്റെ ഫലം ഉണ്ടാവണമെങ്കിലോ എന്ത് വേണം? അത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. വേണ്ട രീതിയിൽ ഫലം ഉണ്ടാവണമെങ്കിൽ വ്രതശുദ്ധിയോടുകൂടി കേൾക്കണം. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊന്നും മനസ്സ് പോകാതെ ഭഗവാനിക്ക് തന്നെ മനസ്സ് ഉറപ്പിക്കാനാണ് വ്രതങ്ങളൊക്കെ. അപ്പം നിഷ്ഠയോട് കൂടിയിട്ട് കൃഷ്ണാഷ്ടമി വ്രതം പോലെ ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടിയിട്ട് ഭാഗവതം 7 ദിവസം മുഴുവൻ നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് എപ്പോഴും കേൾക്കാൻ അങ്ങനെ വ്രതശുദ്ധിയോടുകൂടി കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു നിയമം വെച്ചിരിക്കുകയാണ്. വിശേഷേണ ശുകാജ്ഞയ സപ്താഹ യജ്ഞമായിട്ട് കേൾക്കൂ എന്നൊരു നിയമം വെച്ചിരിക്കുകയാണ്. ഒരു കൊല്ലത്തിൽ 7 ദിവസം മാറ്റി വയ്ക്കുക. അപ്പോൾ 7 ദിവസം മാറ്റി വയ്ക്കുമ്പോൾ അത് വ്രതശുദ്ധിയോട് കൂടിയിട്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ തന്നെ സമയമുള്ളൂ. കേൾക്കാന്ന് പറഞ്ഞാൽ ഭാഗവത മന്ത്രങ്ങൾ കേൾക്കാൻ തന്നെ സമയമുള്ളൂ. വൃത്തിയായിട്ട് വായിക്കുകയാണെങ്കിൽ പിന്നെ അധിക സമയമൊന്നും കൂടുതലില്ല. സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ പ്രഭാഷണമൊക്കെ ആവാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് ഭാഗവതം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സപ്താഹ